നമസ്കാരം. അങ്ങനെ ഒരു പെടലി നാടകത്തിലൂടെ അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ഏറ്റവും മികച്ച തരിക്കുള്ള അവാർഡ് ബീണേച്ചി സ്വന്തമാക്കി. അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുമോ ആർക്ക്? നമ്മുടെ ഡോക്ടർ ചിന്തേച്ചിക്ക്. ചിന്തേച്ചിയും കളത്തിലിറങ്ങി നിലവാരത്തിനനുസരിച്ചുള്ള ഒരു പ്രകടനം അങ്ങ് കാഴ്ചവെച്ചു. പല മാധ്യമങ്ങളിലും ബീപ്പ് എന്ന ഒരു നീണ്ട ശബ്ദത്തോടു കൂടിയാണ് ഈ വാർത്ത കൊടുത്തത്. ഏതായാലും ഈ മുദ്രാവാക്യം നിങ്ങൾ കേട്ടല്ലോ. അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ KSU പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത രീതിയാണിത്. ഏതായാലും അവർ ഒരിക്കലും നിലവാരം വിട്ട് കളിക്കാത്തത് കൊണ്ട് ഇപ്രാവശ്യവും ഈ ഒരു മുദ്രാവാക്യത്തിലൂടെ അവരുടെ നിലവാരം അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ കൊലച്ചോറുണ്ണുന്നവരാ ഞങ്ങളല്ല, നാട്ടുകാർക്ക് പൊതിച്ചോറ് കൂട്ടുന്നവരാ ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഒളിവിലെ ഓർമ്മകൾ പൊതുനിരത്തുകളിൽ ചീന്തി ഇട്ടുകൊണ്ടേയിരിക്കും. പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിലുണ്ടല്ലോ കുറച്ച് സമയം ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് മെനക്കെട്ടൊക്കെ വേണം ഉണ്ടാക്കാൻ. അങ്ങനെ മെനക്കെടാൻ സമയമില്ലാത്ത സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ചില മുദ്രാവാക്യങ്ങൾ എഴുതി ഉണ്ടാക്കും. അപ്പോൾ അതുമായിട്ട് യോജിച്ചു പോകുന്ന ആളുകളെല്ലാം ഏറ്റങ്ങ് വിളിച്ചോളും. ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ടും ഞങ്ങൾ ഒരു അസഭ്യവർഷവും നടത്തിയില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തയുടെ പ്രശ്നമാണ് എന്നാണ് ചിന്ത ചേച്ചി പറഞ്ഞത്. നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കൊപ്പവും അതുപോൽക്കരിക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പവും നിൽക്കുന്ന പുരോഗമന രാഷ്ട്രീയത്തിന്റെ പൊളിറ്റിക്സ് ആണ്. അച്ഛനില്ലാത്ത നേരത്തെ അമ്മയ്ക്കുണ്ടാകുന്ന പട്ടികളെ എന്ന് ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിൽക്കുന്ന യുവാക്കളെ അഭിസംബോധന ചെയ്യുന്നത് ഒരു അസഭ്യമായിട്ട് ഡോക്ടർ വാഴക്കുല ചേച്ചി കണക്കാക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ അവരുടെ നിലവാരം. വിവരദോഷികളല്ലേ, നമുക്കങ്ങനെ സമാധാനിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കാമെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് ആ പറഞ്ഞത് വിവരദോഷമല്ലേ എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് വിവരദോഷമൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, കേട്ടവരുടെ വിവരദോഷമാണ് എന്ന് ന്യായീകരിക്കുമ്പോൾ ഇത്രയെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ അത് മോശമല്ലേ? സാഹചര്യം മുതലെടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ ചിന്ത ചേച്ചി, കറുപ്പും മഞ്ഞയും എല്ലാം ഇട്ടുകൊണ്ട്. കാരണം ഒരാൾ മാത്രം ഇങ്ങനെ സ്ക്രീനിൽ 2 ദിവസം തെളിഞ്ഞു നിന്നുകൊണ്ടിരിക്കുക. ഇനി മിച്ചം കിടക്കുന്നതെല്ലാം അടപടലം ബീണേച്ചി അങ്ങ് കൊണ്ടുപോയ ചിന്തേച്ചി ആരായി? ഡോക്ടർ ചിന്ത ആരായി? വിട്ടുകൊടുത്തൂടാ. ഇനി നോക്കാം, മിക്കവാറും കഥകളിയും കൊണ്ട് ബിന്ദു ചേച്ചി ഇറങ്ങും, തീവ്രതയും കൊണ്ട് ശ്രീമതി ടീച്ചർ ഇറങ്ങും, ഇസ്രായേലിൽ നിന്ന് വിളി വന്നായിരുന്നെന്നും പറഞ്ഞ് ചീച്ചറമ്മ ഇറങ്ങും. ഈ നീളം വരുന്ന ഒരു സതുപദേശവുമായിട്ട് നമ്മുടെ സതുദ്ദേശിയും വേണ്ടി വന്ന ഇറങ്ങും. പെൺപടയ്ക്ക് ഇരുന്ന ഇരിപ്പുറയ്ക്കണ്ടേ? അപ്പൊ പറഞ്ഞു വന്നത്, സ്ത്രീകളെ അങ്ങേയറ്റം മോശമാക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യം വിളിച്ചിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ അടുത്ത പരിപാടി ഇപ്പുറത്ത് മാറി നിന്ന് സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ആ വാചാലതയാണ് അടുത്ത പരിപാടി. ഞാൻ എല്ലാ ഘട്ടത്തിലും സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. അത് ചെറിയ പ്രതികരണങ്ങളിലാണെങ്കിൽ പോലും വാക്കുകളിലാണെങ്കിൽ പോലും അത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പുരോഗമനവാദം, സ്ത്രീപക്ഷവാദം, ഇതിനെക്കുറിച്ചൊക്കെ ആരും കേട്ടിട്ടില്ലാത്ത സംഗതികളൊക്കെ പലയിടത്ത് നിന്നൊക്കെ റെഫർ ചെയ്ത് കൊണ്ടുവന്ന് മനുഷ്യരുടെ മുന്നിൽ അവതരിപ്പിക്കും. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ എപ്പോഴും ഈ ഒരു നിലവാരം, ഈ ഒരു റേഞ്ചിനകത്ത് നിൽക്കും. പിന്നെ നിങ്ങൾ കേട്ടതിന്റെ പ്രശ്നമാണ് ഇതിലെ അസഭ്യം എന്ന് ചിന്തേച്ചി പറഞ്ഞത്. ഇതിന്റെ ഒരു പ്രഥമ ക്യാപ്സ്യൂളായിട്ട് പരിഗണിച്ചാൽ മതി. അതായത് ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് അവർ കൊടുത്തതാണെന്ന് നമ്മൾ കണക്കാക്കിയാൽ മതി. ഇനി അടുത്ത് വരാൻ പോകുന്നത് AI എന്നുള്ള സാധ്യത, വലിയ സാധ്യത അവിടെ കിടക്കുകയാണ്. പിന്നെ ശത്രുക്കൾ ആരാണ്ട് ഇതിന്റെ ഇടയ്ക്ക് വന്ന് ഞങ്ങളെ കൊണ്ട് തെറ്റായിട്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതാണ്. ഇമാതിരി ക്യാപ്സ്യൂളുകളൊക്കെ ഇനി ഇറങ്ങാനിരിക്കുന്നുണ്ട്. നാടകമായാലുവേ അതിന്റെ രചനയിൽ അവരുടെ സംസ്കാരമല്ലേ പ്രതിഫലിക്കുന്നത്. അത് നമ്മളങ്ങ് കണക്ക് കൂട്ടിയാൽ മതി. പരസ്യമായിട്ട് പോരിന് വിളിക്കുകയാണ്, പോരിന് വാടാ. അതായത് അച്ഛനില്ലാത്ത സമയത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ. എന്തൊരു ചിന്തയാ ചിന്തേച്ചി, ഏത് ചിന്തയെന്നാ ചിന്തേച്ചി ആ മുദ്രാവാക്യം ഉരുത്തിരിഞ്ഞു വന്നേ? അപ്പം അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്ക് മക്കളുണ്ടാവും അല്ലേ? അത് നിങ്ങൾ ഉദാഹരണ സഹിതം അതിന്റെ രീതി എങ്ങനെയൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്കല്ലേ വിശദമായിട്ട് അറിയാവുന്നത്, അതും കൂടെ ഒന്ന് പറയണേ. ഏതായാലും സജി അച്ചായൻ ഒരു വെല്ലുവിളിയാണ് കേട്ടോ ചിന്തേച്ചി. അടുത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി ആകാനാണ് തയ്യാറെടുപ്പെന്ന് തോന്നുന്നു. ആ വകുപ്പിലോട്ടാ നോട്ടം അല്ലേ? ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്ന് വിശേഷിപ്പിക്കാനുള്ള സംസ്കാരം കാണിച്ച സാംസ്കാരിക മന്ത്രിയെ കവച്ചു വെക്കാൻ കണക്കിന് നല്ല പരസ്യമായിട്ട് പെണ്ണുങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കാനുള്ള സംസ്കാരം അത് ചിന്തേച്ചി പ്രകടമാക്കിയിരിക്കുകയാണ്. ഇത്രയും കഴിവ് ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഭരണത്തിൻ്റെ തണലിൽ ആരോട് എന്തും പറയാം, എന്ത് തോന്നിയാസവും കാണിക്കാം എന്നുള്ള ആ ഒരു അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരം മുദ്രാവാക്യങ്ങൾ നമ്മൾ ചെവി കൊണ്ട് കേൾക്കേണ്ടി വരുന്നത്. അല്ല, ഗണേഷ് കുമാരനൊക്കെ നിന്ന് വലിയ ഒച്ചത്തിൽ പ്രസംഗിക്കുന്ന കേട്ടായിരുന്നു. സ്ത്രീകളോട് പരാക്രമം പാടില്ല, സ്ത്രീകളെ അധിക്ഷേപിക്കാൻ പാടില്ല. പക്ഷേ പോട്ടെ
ചെന്നൈ, ബോംബെ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സഖാക്കൾ ഒത്തുകൂടിയ ആ പരിപാടിയിലെ പ്രധാന ആകർഷണം ഞാനായിരുന്നു എന്ന് പറഞ്ഞ് ബുദ്ധിജീവിയൊക്കെ ചമഞ്ഞാലും ഇതിനകത്ത് കിടക്കുന്നത് ഇതിൽ കൂടെ പുറത്തു വരും. ഏതായാലും ഈ മുദ്രാവാക്യം ഇതുപോലെ പുറത്തുവിട്ട മാധ്യമ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ കേട്ടോ. ഇത് പുറത്തു വന്നതിന് ശേഷം അതിൻ്റെ താഴെ വന്ന് കുറേ കമ്മികൾ പറയാം, നിനക്കൊന്നും നാണമില്ലേടാ മാപ്ര ഇങ്ങനെ കള്ളം പറയാനെന്ന്. അപ്പോൾ ഇപ്പോഴും ചെവി അടച്ച് കണ്ണും മൂടിക്കെട്ട് ജീവിക്കുന്ന കുറേ അടിമകളുണ്ട്, കാലുനക്കികളുണ്ട് എന്നുള്ളത് ഒരു ചെറിയ ധൈര്യം തന്നെയാണ്. പക്ഷെ ആ ധൈര്യമൊന്നും പോരാ ഇനി വരുന്ന ഇലക്ഷൻ എന്ന കടമ്പ മറികടക്കാൻ. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ വിപ്ലവങ്ങൾ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഒടുങ്ങാനുള്ള വിപ്ലവം. അപ്പം അവസാന കാലങ്ങളിൽ ഇങ്ങനെയുള്ള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമായി കരുതിക്കൊണ്ട് മുന്നോട്ടുള്ള മുദ്രാവാക്യം വിളികൾ തുടരട്ടെ. ചിന്തേച്ചി, ഇനി അടുത്ത നമ്മൾ സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കുമ്പോഴേ പ്രധാനമായിട്ട് ഈ ഒരു പോയിന്റും കൂടെ അതിൽ ഉൾപ്പെടുത്താൻ നോക്കണേ. ചിലപ്പോൾ ആ സമയത്ത് മറന്നുപോകും. അച്ഛനില്ലാത്ത നേരത്തെ മക്കളെ ഉണ്ടാക്കുന്ന അമ്മമാരും ഇവിടെയുണ്ട്. ചിന്തചേച്ചിയുടെ പ്രത്യേക അറിവിൽ അത്തരം അമ്മമാർ ധാരാളമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി വാചാലയാകുകയാണെങ്കിൽ അതൊരു വെറൈറ്റി ടോപ്പിക് ആയിരിക്കും, കുറച്ച് ആളുകൾ കേൾക്കാൻ കാണും. അപ്പോൾ അധപ്പതനം നീണാൾ വാഴട്ടെ.